ഏയ് നീ ആരാന്നാ പറഞ്ഞ? ജെൻ. ആണാ? ഈ ജെൻസി, ജെൻ ആൽഫ എന്നുള്ള നെഗ്ലിപ്പ് അതങ്ങ് നിർത്തിക്കും. പുതിയ ടീം പറയുന്നുണ്ട്, ജെൻ ബീറ്റ. കണ്ടുനോക്ക്. അതിനിപ്പോ എന്താ, ഓരോ കാലഘട്ടം ആകുമ്പോ ഇങ്ങനെ ഓരോ മാറ്റമൊക്കെ വരും. ഈ മില്ലേനിയനായ എന്നെ വരെ നീ ബൂമർ എന്ന് വിളിച്ചു. 2 ജനറേഷൻ ബാക്കിൽ പോയി നീ ഇനി ബൂമർ തന്നെ. അതെ ഗൈസ്, ജെൻസികൾക്ക് പ്രായമായി തുടങ്ങിയിരിക്കുന്നു. എയും ടെക്നോളജിയും ഭരിക്കുന്ന ലോകത്തേക്ക് പിറന്നു വീഴുന്ന കുട്ടികൾ ഇനി ജെൻ ബീറ്റ എന്നറിയപ്പെടും. ജെൻ ബീറ്റകൾ എത്തുന്നതോടെ ജെൻസിയും തന്തവൈബാവുമെന്നാണ് ഇന്റർനെറ്റ് ലോകം പറയുന്നത്. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളാണ് ജെൻ ബീറ്റയിൽ ഉൾപ്പെടുക. 2010നും 2024നും ഇടയിൽ ജനിച്ച ഐപാഡ് ജനറേഷൻ എന്നും പേരുള്ള ജെൻ ആൽഫയുടെ പിൻഗാമികളാണ് ഈ തലമുറ. 2035ഓടെ ലോക ജനസംഖ്യയുടെ 13% മുതൽ 16% വരെ ജെൻ ബീറ്റ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 1981 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ച മില്ലേനിയൽസിന്റെ അല്ലെങ്കിൽ 97 മുതൽ 2012 വരെ ജനിച്ച ജെൻസി തലമുറയിൽപ്പെട്ടവരുടെ കുട്ടികളായിരിക്കും ബീറ്റ ജനറേഷനിൽ ജനിക്കുന്നവർ. സാങ്കേതികവിദ്യയും എയും അടക്കി വാഴുന്ന ലോകത്തേക്കാണ് ഇവർ ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇവർക്ക് ഇത്തിരി കൂടുതലായിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ടെക്നോളജിയിലെ പുരോഗതിക്കൊപ്പമാകും ജനറേഷൻ ബീറ്റയുടെ വളർച്ച. എയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും ഒക്കെ കൂടെ കളിച്ച് വളരുന്നവരാകും ഇവർ. ഒന്നുമില്ലാതെ ജനറേഷൻ ബീറ്റയ്ക്ക് ജീവിക്കാനേ കഴിയില്ല. സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവീണ്യം നേടാനും ഒക്കെ ഇവർക്ക് കൂടുതൽ അവസരം ലഭിക്കും. അതായത് പണ്ട് നമ്മൾ അമ്മമാരെയൊക്കെ പറ്റിച്ച് ഇന്റർനെറ്റിലും ഫോണിലും കളിച്ച കളികൾ പലതും ഇവർ അതിലും വിദഗ്ധമായി കാണിക്കും. ആരോഗ്യ സംരക്ഷണത്തിലും സാങ്കേതിക വിദ്യയിലും ലോകം പുരോഗതി കൈവരിക്കുന്നതിനാൽ തന്നെ ഈ കാലയളവിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആയുസ് കൂടുതലാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം വളരുന്ന തലമുറയായതിനാൽ തന്നെ ഇവരുടെ മാനസികാരോഗ്യത്തിന് കുറച്ചധികം പ്രാധാന്യം നൽകണമെന്നും വിദഗ്ധർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം, നഗരവൽക്കരണം, ആഗോള ജനസംഖ്യാ വ്യതിയാനങ്ങൾ ഇതൊക്കെ കണ്ടു വളരുന്ന പിള്ളേർ പരിസ്ഥിതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരാകുമെന്നും അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ പുതിയൊരു ജനറേഷൻ കൂടി വന്ന സ്ഥിതിക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമുക്കൊക്കെ പ്രായം കൂടി വരും വല്ലാണ്ട്.